നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. UDF മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. മുതിർന്ന നേതാക്കളുമായും KPCC മുൻ അധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തി ഹൈക്കമാൻഡ്. തീരുമാനം നാളെയെന്ന് K മുരളീധരൻ. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് കാര്യമില്ലെന്ന് MM ഹസൻ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുഖപത്രത്തിലൂടെ രൂക്ഷ വിമർശനവുമായി സമസ്ത. എറണാകുളം പള്ളുരുത്തിയിൽ VD സതീശനും ഷാഫി പറമ്പലിനും അനുകൂലമായി ഫ്ലക്സ്. കണ്ണൂർ പഴയങ്ങാടിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിൽ കരിയോയിൽ പ്രയോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. NDAയിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമുള്ള ക്ഷണം തള്ളി കേരള കോൺഗ്രസ് M. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൺ ട്വിസ്റ്റ്. DMKയിൽ പിളർപ്പ്. വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AADMK വേലുമണി പക്ഷത്തുള്ള 24 MLAമാർ. JCD പ്രഭാകർ തമിഴ്നാട് സ്പീക്കർ. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കർ. സഭയിൽ എല്ലാവർക്കും ഒരേ പരിഗണനയെന്ന് സഭയിലെ കന്നിപ്രസംഗത്തിൽ വിജയ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സമീപത്തുള്ള 717 മദ്യശാല ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ ഉത്തരവിട്ട് വിജയ് സർക്കാർ. শ্রী হিমন্ত বিশ্ব শৰ্মা, ঈশ্বৰৰ নামত শপত লওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഹിമന്ത ബിശ്വ ശർമ്മ. ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ. നീറ്റ് പരീക്ഷ റദ്ദാക്കി നടപടി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിൽ പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ഉടൻ വർധനവിന് സാധ്യത. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ. ഇന്ധനവില 5 രൂപ വരെ ഉയർന്നേക്കും. ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. മുതിർന്ന നേതാക്കളുമായും KPCC മുൻ അധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തി ഹൈക്കമാൻഡ്. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പങ്കുവച്ചത്. പാർട്ടിക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ നേതൃത്വം പ്രധാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാം കാണാൻ ആഗ്രഹിച്ചു. അതിനോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന നിലയിൽ ഞങ്ങളെയും ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അവർ UDFന് നൽകിയ വിജയത്തിന് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വളരെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. കോൺഗ്രസ് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പ്രതിസന്ധികൾ ഇതിപ്പോൾ പ്രതിസന്ധിയല്ല, എല്ലാം കണ്ടു പറഞ്ഞു. നിങ്ങളുടെ എല്ലാം ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു. ഇനി തിരിച്ചു വരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന വേളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവർ ആലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. 8-9 ദിവസം മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഹളത്തിനപ്പുറത്ത് ഹൈക്കമാൻഡിനറിയാൻ കൃത്യമായ ഉചിതമായ സമയത്താണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം? അതിനുവേണ്ടിയാണ് KPCC മുൻ അധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുതിർന്ന നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി വീണ്ടും ഹൈക്കമാൻഡിൻ്റെ ഒരു ചർച്ച നടന്നത്. ഇന്ന് ആ ചർച്ച പൂർത്തിയായോ ഇപ്പോൾ?
മായ, ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. മായ ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിനപ്പുറത്തേക്ക് ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം അത്രയധികം നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഇതുവരെ നടന്നു വന്നത്. ഇന്ന് 11:30 കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാരും ഒപ്പം നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെയുള്ളവരെയും ഹൈക്കമാൻഡ് നേതൃത്വം കണ്ടത്. രാഹുൽ ഗാന്ധിയുമായി 10 ജനപത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് നേതാക്കളെല്ലാം കൂടിക്കാഴ്ച നടത്തി. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഓരോ നേതാക്കളെയും 4 മിനിറ്റ് വീതം ഹൈക്കമാൻഡ് കേട്ടു. നിലവിൽ കേരളത്തിലെ സാഹചര്യം, ഓരോ നേതാക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള എല്ലാം തന്നെ വിശദമായിട്ടുള്ളൊരു ചർച്ച നടന്നു. യോഗത്തിന് ശേഷം പുറത്തു വന്നതിൽ പ്രതികരിച്ചിട്ടുള്ളത് K മുരളീധരനാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പ്രഖ്യാപനം എന്തായാലും നാളെ ഉണ്ടാകും എന്നാണ് K മുരളീധരൻ വ്യക്തമാക്കിയത്. ഒപ്പം തനിക്ക് യാതൊരു തരത്തിലുമുള്ള അസംതൃപ്തിയുമില്ല, രാഹുൽ ഗാന്ധിയുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളിലും താൻ സംതൃപ്തനാണ് എന്ന പ്രതികരണവും K മുരളീധരൻ നൽകിയിട്ടുണ്ട്. ഒപ്പം യോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഇനി കേരള ഹൗസിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ്. ഏതായാലും നാളെയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് നേതൃത്വം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ, MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു ധാരണയിലേക്കും ചർച്ചയിലേക്കും എത്തിയിരുന്നു. പക്ഷേ അത് കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും വലിയ പൊട്ടിത്തെറികൾക്കും അസംതൃപ്തിക്കും കാരണമാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രഖ്യാപനത്തിലേക്ക് പോകാഞ്ഞത്. പിന്നീട് നേതാക്കളുടെ കടുത്ത അതൃപ്തി ഈ വിഷയത്തിലുണ്ടായി. VD സതീശൻ MLA സ്ഥാനം വരെ രാജിവെക്കും എന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കമാൻഡിന് മുൻപിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വിശാലമായൊരു ചർച്ചയിലേക്ക് ഹൈക്കമാൻഡ് പോയത്. ഹൈക്കമാൻഡ് നേതൃത്വം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, പകരം കേരളത്തിലെ കൂടി മുതിർന്ന നേതാക്കളെ പരിഗണിച്ചും അവരുടെ അഭിപ്രായം കേട്ടുമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് എന്ന വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്തിക്കാനാണ് ഇത്തരത്തിലൊരു ചർച്ച ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ ഡൽഹിയിൽ തിരിച്ചെത്തും. അതിനുശേഷം ഹൈക്കമാൻഡ് തലത്തിൽ ഒരു അന്തിമ ചർച്ച കൂടി ആയ ശേഷമേ നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഒഴിവുവരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും നേതാക്കൾ ചരടുവലി ആരംഭിച്ചിട്ടുണ്ട്. മായ, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കാത്തുകാത്തിരുന്ന മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം, പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സൂചനയാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ വെളുത്ത പുക ഉയരുമെന്ന് സണ്ണി ജോസഫ്. പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന് മങ്ങൽ ഏൽപ്പിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വെളുത്ത പുക പ്രതീക്ഷിക്കുകയാണ്. ഞാനതിന് പ്രത്യേക സമയം പറയുന്നില്ല, എത്രയും താമസം വിന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടങ്ങുന്നതൊക്കെ എങ്ങനെ, അതിപ്പോ നേതാവായിട്ട് നിശ്ചയിക്കപ്പെടുന്നയാള് ഗവർണറെ കണ്ടാണ് സത്യപ്രതിജ്ഞയുടെ സ്ഥലവും തീയതിയും സമയവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതതിൻ്റെ ഡ്യൂ പ്രോസസ്സ് നടക്കും. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് കാര്യമില്ലെന്ന് MM ഹസൻ. ഹൈക്കമാൻഡിന്റേതാണ് അന്തിമ തീരുമാനം, ജനവികാരം മാനിക്കുമെന്നും ഹസൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനവിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെയാണ് വാസ്തവത്തിൽ ലീഡർമാരാണ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത്. അധികം സമയം വൈകിട്ടില്ല, ഇനി ഒട്ടും വൈകാൻ പാടില്ല. UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയറുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് അഭിപ്രായം ചോദിച്ചു. ഇപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ചോദിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിൻ്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം, അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തത് കോൺഗ്രസിന്റെ അധികാര വടംവലിയും സംഘടനാ പ്രശ്നങ്ങളും മൂലമാണെന്ന് V മുരളീധരൻ. രാഷ്ട്രീയത്തെ ജനങ്ങൾ അവമതിപ്പോടെ കാണുന്ന നിലയിലാണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം വന്നു നിൽക്കുന്നത്. കേന്ദ്രത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ സ്ഥിതിയിലെത്തിയത് ദൗർഭാഗ്യകരമാണെന്നും മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയത്തെ ജനങ്ങൾ മുഴുവൻ അവമതിയോടുകൂടിയിട്ട് കാണുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള അധികാര വടംവലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും
ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും ദീർഘകാലം രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു പാർട്ടിയുടെ നിലവിലുള്ള സ്ഥിതി, വാസ്തവത്തിൽ ആ പാർട്ടിയുമായിട്ട് വലിയ താല്പര്യമില്ലെങ്കിലും രാജ്യത്തിൻ്റെ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രധാന പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാവുന്നു എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ജനങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥിതി കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരിക്കൽ കൂടി മനസ്സിലാവുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിന് നേരെ കരിയോയിൽ പ്രയോഗം. പ്രധാനപ്പെട്ട 4 നേതാക്കളുടെ ചിത്രങ്ങൾ ഉള്ളതായിരുന്നു ഫ്ലക്സ്. ഇതിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് എന്നിവരുടെ ചിത്രങ്ങളെ ഒഴിവാക്കി KC വേണുഗോപാലിന്റെ ചിത്രത്തിൽ മാത്രമാണ് കരിയോയിൽ ഒഴിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ച അന്തിമഘട്ടത്തിൽ നിൽക്കവെയാണ് KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധം ഉണ്ടായത്. VD സതീശനും ഷാഫി പറമ്പലിനും അനുകൂലമായി ഫ്ലക്സ്. VDS കേരളം ഭരിക്കട്ടെ, ഷാഫി കോൺഗ്രസ് നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത്. എറണാകുളം പള്ളുരുത്തിയിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പള്ളുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രത്തിലൂടെയാണ് വിമർശനം. ജനവിധിയെ അപഹസിക്കരുതെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ലെന്നും വിമർശനം. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൊതുജനം കഴുതയാണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. കോൺഗ്രസ് അത്തരത്തിലേക്ക് മാറിയെന്നാണ് വിമർശനം. ജനം വിജയിപ്പിച്ചിട്ടും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇതുവരെയും നീങ്ങാത്ത കോൺഗ്രസ് നിഴലാട്ടങ്ങളിൽ അഭിരമിക്കുകയാണ്. ജനം തിരഞ്ഞെടുത്ത 102 MLA-മാർക്കോ അവരുടെ മുന്നണിക്കോ ഒരു നേതാവിനെ ഇതുവരെയും തിരഞ്ഞെടുക്കാനാവാത്തത് കൊള്ളരുതായ്മയാണെന്നും എഡിറ്റോറിയലിലൂടെ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും എല്ലാം ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ല. നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമോ അതല്ലെങ്കിൽ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ കോൺഗ്രസിന്റെ പ്രതിസന്ധിയെന്ന് ആ പാർട്ടി ആഴത്തിൽ പരിശോധിക്കണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിലെ സമസ്തയുടെ നിലപാടുകൂടെയാണ് എഡിറ്റോറിയലിലൂടെ വ്യക്തമാകുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിയാണ് പ്രധാന ചർച്ചാ വിഷയം. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേരും. ഫലം അറിഞ്ഞ ശേഷം സെക്രട്ടേറിയറ്റ് ചേർന്നതിൽ ഇതിൽ വലിയ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയില്ല. തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരെ നിശിതമായ വിമർശനങ്ങൾ നേതാക്കൾ ഉയർത്തിയേക്കും. നേതൃയോഗങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ പിണറായിയുടെ തീരുമാനമാണ് പ്രധാനം. അല്ലാത്തപക്ഷം KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് ആയേക്കും. നിയമസഭാ കക്ഷി ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPI ഇതിനോടകം ആവശ്യപ്പെട്ടിരുന്നു. പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന് ആവശ്യവും ഉയർന്നിരുന്നു. NDAയിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമുള്ള ക്ഷണത്തെ തള്ളി കേരള കോൺഗ്രസ് M. ഇടതുമുന്നണി തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM വോട്ടുകൾ മാത്രമല്ല ചോർന്നിട്ടുള്ളത്, കേരള കോൺഗ്രസ് M വോട്ടുകളും ചോർന്നിട്ടുണ്ടാകാമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം ശനിയാഴ്ച കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM വോട്ടുകൾ ചോർന്നതായി ആരോപണം ഉയർന്നിരുന്നു. വോട്ടുകൾ ചോർന്നിട്ടുണ്ടെങ്കിൽ CPM പരിശോധിക്കണമെന്ന് ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലപാട് മയപ്പെടുത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് രംഗത്തെത്തിയത്. CPMന്റെ മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഇടത് വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ എല്ലാം വോട്ടുകൾ, അതാണല്ലോ എൻ്റെ അർത്ഥം. നമ്മൾ കാണുന്ന റിസൾട്ട് എന്താണ്? 99 സീറ്റ് ഉണ്ടായിരുന്ന LDF 35 സീറ്റിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വോട്ട് അപ്പുറത്തെ മുന്നിലേക്ക് മാറാതെ സംഭവിക്കുകയില്ല. അത് കേരള കോൺഗ്രസിൻ്റെയും കാണും, പിന്നെ LDFിൻ്റെയൊക്കെ കാണും, എല്ലാ പാർട്ടിയുടെയും കാണും. കുറച്ച് വോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
NDAയിലേക്ക് പോകണം എന്ന തരത്തിൽ ഒരു ചർച്ചയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. എന്തിനാ അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്ത കാര്യങ്ങൾ മുന്നോട്ട് LDF നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം കൂടാൻ തീരുമാനിച്ചു. താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ എല്ലാ കമ്മിറ്റികളും ചേരാനും ഒക്കെ തീരുമാനിച്ചു. പാർട്ടിയുടെ നേതാക്കളെ ചുമതലപ്പെടുത്തി. ആലോചനയില്ലാത്ത സമയത്ത് ക്ഷണിച്ചിട്ടപ്പം അവർക്ക് താല്പര്യം കാണും, നമ്മളത് നിഷേധിക്കാനൊന്നും കഴിയില്ല. അവിടെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ. NDAയിലേക്കോ UDFിലേക്കോ പോകില്ല, LDFിൽ തന്നെ ഉറച്ചു നിൽക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും സർക്കാരുകൾ മാറി വരണമെന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇത്തവണയും സംഭവിച്ചതെന്നാണ് കേരള കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. പാർട്ടിയിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത റോഷി അഗസ്റ്റിന് ഇതിലൂടെ പുതിയ സ്ഥാനം ലഭിച്ചേക്കുമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AADMKയിലെ 24 MLAമാർ. TTV ദിനകരൻ്റെ പാർട്ടിയിലെ ഏക MLA S കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145ആയി. അതിനിടെ TVK സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. M രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ വിജയ്ക്ക് അനുകൂലമാണ്. തമിഴക വെട്ടിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളായ DMKയും അണ്ണാ DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് TVKയ്ക്ക് രാഷ്ട്രീയ നേട്ടമായി. M രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അതിനിടെ തിരുപ്പത്തൂർ MLA ശ്രീനിവാസ സേതുപതി നിയമസഭാ നടപടികളിൽ പങ്കെടുക്കരുത് എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒറ്റ വോട്ട് തോൽവിയിലെ DMK ഹർജിയിലാണ് ഉത്തരവ്. ശ്രീനിവാസ സേതുപതി വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്നും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അണ്ണാ DMKയിലെ 24 MLAമാർ രംഗത്ത് വന്നു. TTV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145ആയി. അതേസമയം സഭയിലെ എല്ലാ അംഗങ്ങളെയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിർത്തുമെന്നും തുല്യ അവകാശം ഉറപ്പുവരുത്തുമെന്നും നിയമസഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. அந்த பதவி ஏற்றுள்ள தங்கள் இருவராலும் காப்பாற்றப்படும் என்னும் நம்பிக்கையை மீண்டும் தெரிவித்து என் உரையை நிறைவு செய்கிறேன். நன்றி, வணக்கம். സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയുടെ സുപ്രധാന ഉത്തരവും ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. സ്കൂളുകൾക്ക് സമീപമുള്ള 186, ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276, ബസ് സ്റ്റാൻഡിനടുത്തുള്ള 255 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടണം എന്നാണ് ഉത്തരവ്. തമിഴ്നാട്ടിൽ ആകെ 4765 ടാസ്മാസ് ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 717 എണ്ണമാണ് പൂട്ടുക. മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ മദ്യശാലകളുടെ കണക്കെടുക്കാനുള്ള അനൌദ്യോഗിക നിർദ്ദേശം വിജയ് നൽകിയിരുന്നു. പൊതുജന താൽപര്യാർത്ഥമുള്ള നടപടി എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഹിമന്ത ബിശ്വ ശർമ്മ. ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി 2ാം തവണയാണ് അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആകെയുള്ള 102 സീറ്റുകളിൽ 82 സീറ്റുമായി BJP ഗംഭീര വിജയമായിരുന്നു അസമിൽ സ്വന്തമാക്കിയത്. 23 സീറ്റുകളാണ് പ്രതിപക്ഷത്തിന് നേടാനായത്. ভাৰতৰ সাৰ্বভৌমত্ব আৰু অখণ্ডতা অক্ষুণ্ণ ৰাখিম। মই অসমৰ মুখ্যমন্ত্ৰী হিচাপে মোৰ কৰ্তব্য বিশ্বস্ততাৰে আৰু শুদ্ধ অন্তঃকৰণেৰে সম্পাদন কৰিম আৰু মই ভয় বা পক্ষপাত, অনুৰাগ বা বিদ্বেষ নোহোৱাকৈ সংবিধান. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാൻ സാധ്യത. വില വർധനവ് ആലോചനയിലാണെന്നും സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കുകൾ സർക്കാരിനെ അറിയിച്ചതായും എണ്ണ കമ്പനികൾ. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്നും എണ്ണ കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണ കമ്പനികൾ സർക്കാരിന് തുടർച്ചയായ റിപ്പോർട്ട് നൽകിയിരുന്നു. വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് കമ്പനികളുടെ നിലപാട്.
അതുകൊണ്ട് തന്നെ ഡീസലിനും പെട്രോളിനും വില കൂടിയേക്കാം. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം ഇന്ധനവില വർധനവുണ്ടാകില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്നും എണ്ണ കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ 60 ദിവസത്തെ അസംസ്കൃത എണ്ണയും 60 ദിവസത്തെ പ്രകൃതിവാതകവും 45 ദിവസത്തെ LPGയും സ്റ്റോക്കുണ്ടെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതുൾപ്പെടെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അത് അവിശ്വസനീയമാം വിധം ദുർബലമാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇറാൻ ട്രംപിന് മറുപടി നൽകി. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ അവതരിപ്പിച്ചിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ ആവശ്യങ്ങൾ ട്രംപ് തള്ളിയതോടെ 10 ആഴ്ചക്കാലമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുമെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നുമുള്ള ആശങ്ക ശക്തമായിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഏത് വിധത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ടെഹ്റാന്റെ നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്വപരവും ഉദാരപരവുമാണെന്നാണ് ബഖായിയുടെ വിശദീകരണം. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളുടെ US നാവിക ഉപരോധം നിർത്തലാക്കുക, ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരുന്നത്. യുദ്ധനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഹോർമൂസ് കടലിടുക്കിനുമേലുള്ള ഇറാനിയൻ പരമാധികാരത്തിന് ഊന്നൽ നൽകണമെന്ന ആവശ്യവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ചോദ്യപേപ്പർ ക്രമക്കേട് വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദു ചെയ്തു. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതോടെയാണ് തീരുമാനം. മെഡിക്കൽ പ്രവേശനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. ഇതിനായി വിജ്ഞാപനം ഇറക്കും. പുതിയ ഹാൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതുതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിൻ്റെയോ ഫീസ് അടയ്ക്കേണ്ടതിൻ്റെയോ ആവശ്യകതയില്ല എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധവുമായി കൂടുതൽ സംഘടനകൾ രംഗത്തെത്തി. തീരുമാനം മേഖലയെ ആകെ തകർക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും പറയുന്നു. തുടർ പരിപാടികൾ തീരുമാനിക്കാൻ 14-ന് സംഘടനാ നേതാക്കൾ കോഴിക്കോട് യോഗം ചേരും. സ്വകാര്യ ബസ് മേഖലയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ അമൃത വാർത്തയോട് പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന UDF വാഗ്ദാനത്തിന്റെ ആശങ്കയിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. 7000-ഓളം സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. വാഗ്ദാനം പ്രാവർത്തികമായാൽ സ്വകാര്യ ബസ്സുകളുടെ നിലവിലുള്ള വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിശക്തമായ വിമർശനവും പ്രതിഷേധവുമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ 50%-ലധികം വനിതാ യാത്രക്കാർ KSRTC ബസ്സിലേക്ക് മാറുന്നത് KSRTCയെയും പ്രൈവറ്റ് ബസ്സുകളെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പറയുന്നത്. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കൂടി അങ്ങോട്ട് പോകും. ഒരു 50% അതും വരും. 50% അവിടെ കൂടുകയും 50% അവിടെ കുറയുകയും ചെയ്യും. സ്വകാര്യ ബസ്സുകളിൽ 50% യാത്രക്കാർ കുറയും എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ KSRTCയുടെ പിടിച്ചു നിൽക്കാൻ സ്വകാര്യ ബസ്സുകളാവുന്നില്ല. സ്വകാര്യ ബസ്സുകൾ ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ പരോക്ഷമായി സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടികളുമായി എന്ന് പറയുമ്പോൾ ഈ വ്യവസായം നിലനിൽക്കുന്നതിന് ആവശ്യമായ സത്വര നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2022 മെയ്യിലാണ് അവസാനമായി സംസ്ഥാനത്ത് ബസ്സുകളുടെ യാത്രാക്കൂലി കൂട്ടിയത്. 8 രൂപയിൽ നിന്ന് മിനിമം ചാർജ് 10 രൂപയാക്കി. 4 വർഷത്തിനിടെ ഡീസൽ വിലയിലും സ്പെയർ പാർട്സ് വിലയിലും ഗണ്യമായ വർധനമുണ്ടായിട്ടും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തീരുമാനം വലിയ അടച്ചുപൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് ഉടമകൾ പറയുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്ക പ്രധാനപ്പെട്ടതാണെന്ന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUCയും പറയുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ അത് വരാം. അപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ട്രേഡ് യൂണിയനുകളുമായി കൂടി ആലോചിക്കും. INTUC ഈ ആവശ്യം ഉന്നയിച്ച് തന്നെ മുമ്പോട്ട് പോകും. കാരണം നിലവിലുള്ള പ്രൈവറ്റ് ബസ്സായാലും യാത്രാ സൗകര്യങ്ങൾക്ക് ക്ഷതമേൽക്കാത്ത നിലയിൽ
ഇതെങ്ങനെ നടപ്പാക്കാമെന്നുള്ളത് ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ സർക്കാരുമായിട്ട് ആലോചിക്കും. UDFന്റെ വാഗ്ദാനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഉടമകൾ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തുടർ പരിപാടികൾ തീരുമാനിക്കാൻ ബുധനാഴ്ച ഉടമകളുടെ യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചർച്ചയും പിന്നീട് പ്രതിഷേധവും ശക്തമാക്കാനാണ് നിലവിലെ തീരുമാനം. ഏതായാലും സർക്കാരിന് 90 കോടി രൂപയോളം അധിക ബാധ്യത വരുന്ന തീരുമാനം വളരെ പെട്ടെന്ന് നടപ്പിലാക്കാവുന്ന ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, കൊച്ചി. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. ഒരേ പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമാണ് ഗുജറാത്തും ഹൈദരാബാദും. ജയിക്കുന്നവർ പോയിന്റ് നിലയിൽ ഒന്നാമത് എത്തും. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.